ഗ്രാമവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, മോൾ ഓഫ് ജോയ്, ചുങ്ക ജ്വല്ലറി, ഇമാനുവൽ സിൽക്സ്. ഒരു വർഷത്തെ ഒരുക്കങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമായി. നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. 36 മണിക്കൂർ നീളുന്ന പൂരത്തിന്റെ മതിവരാ കാഴ്ചകൾക്കായി പൂരനഗരിയൊരുങ്ങി. തൃശൂർ പൂരം TCV തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. ജില്ലയിൽ കനത്ത മഴയിൽ പരക്കെ നാശം. 25 വീടുകൾ ഭാഗികമായി തകർന്നു. 4 പേർക്ക് പരിക്കേറ്റു. എറവ് ആറുമുറി കോൾപടവിലേക്കുള്ള ബണ്ട് തകർന്നു. നിരവധി കോൾപടവുകളിൽ കൃഷി നശിച്ചു. ഒരുമനയൂർ കടപ്പുറം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാര്യക്കടവ് പാലം അപകടാവസ്ഥയിലായി. 3 മാസം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ പാലത്തിന്റെ റാമ്പ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഒല്ലൂർ കണ്ഠരുമഠം ഗ്യാസ് ഏജൻസി അടഞ്ഞുകിടക്കുന്നത് മൂലം പാചകവാതക ഉപഭോക്താക്കൾ ദുരിതത്തിൽ. തർക്കങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചുവെങ്കിലും സിലിണ്ടർ വിതരണം പുനരാരംഭിച്ചില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഗുരുവായൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. ഇന്നർ റിംഗ് റോഡിലേക്ക് നിയമം ലംഘിച്ച് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നതാണ് കുരുക്കിന് കാരണം. വാർത്തകൾ വിശദമായി. ഒരു വർഷത്തെ ഒരുക്കങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമായി. നാളെയാണ് തൃശൂർ പൂരം. 36 മണിക്കൂർ നീളുന്ന പൂരങ്ങളുടെ പൂരത്തിന്റെ മതിവരാ കാഴ്ചകൾക്കായി പൂരനഗരിയൊരുങ്ങി. ഒരാണ്ടിന്റെ സ്വപ്നസാഫല്യവുമായി എത്തിയ മഹാപൂരം തൃശൂരിലലിഞ്ഞ പൂരപ്രേമികൾക്ക് പൂരാനുഭവത്തിന്റെ മതിവരാത്ത കാഴ്ചകളാണ് സമ്മാനിക്കുക. ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയെടുത്ത വർണ്ണനാദങ്ങളുടെ ദേവോത്സവമായ തൃശൂർ പൂരത്തിന് അരങ്ങുണരുന്നതും കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഓരോ പൂരപ്രേമികളും. അതെ, വരികയാണ് പൂരങ്ങളുടെ പൂരം. പൂരപ്രേമികളുടെ മനസ്സിൽ ഇനി ആഘോഷത്തിമിർപ്പിന്റെ മണിക്കൂറുകളാണ്. വടക്കുംനാഥന്റെ മണ്ണിൽ പൂരം കൊട്ടിത്തകർക്കുമ്പോൾ മണ്ണിലും വിണ്ണിലും അത് ആഘോഷ കാഴ്ചയായി മാറും. നാടും നഗരവുമെല്ലാം ഇനി തൃശൂർ പൂരത്തിന്റെ ലഹരിയിലമരും. നാട്ടിടവഴികളിൽ, നഗരവീഥികളിൽ ആനകളുടെ ചങ്ങലക്കിലുക്കവും മേളപ്പെരുക്കവും പൂരച്ചന്തം നിറയും. സാമ്പിൾ വെടിക്കെട്ടിന്റെ ശബ്ദമുഖരിതമായ വർണ്ണവിസ്മയം മുടക്കിയ മഴയെ പൂരപ്രേമികൾ പഴിക്കുന്നുണ്ടെങ്കിലും പൂരങ്ങളുടെ പൂരത്തിന് മഴ പോലും മാറി നിൽക്കുമെന്ന പ്രതീക്ഷയും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. 1.5 ദിവസം നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരം പുലരുന്നത് വടക്കുംനാഥനിൽ നിന്നാണ്. പൂരം നാളിൽ 7:30 വെളുപ്പിന് വടക്കുംനാഥനിൽ കതിനവെടി മുഴങ്ങുന്നതോടെ പൂരം പുലരുകയായി. നാളെ രാവിലെ 7-ന് തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിലേക്കുള്ള എഴുന്നള്ളത്തും ആരംഭിക്കും. പൂരങ്ങളുടെ പൂരത്തിന് അരങ്ങുണരുന്നതും അവസാനിക്കുന്നതും വടക്കുംനാഥ ക്ഷേത്രത്തിലാണെങ്കിലും വടക്കുംനാഥൻ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമാണ്. പൂരദിവസം സൂര്യോദയത്തിനു മുമ്പ് ഘടകപൂരമായ കണിമംഗലം ശാസ്താവാണ് വടക്കുംനാഥനിൽ ആദ്യം പ്രവേശിക്കുക. പിന്നീട് താളമേള കൊഴുപ്പിലമർന്ന് ദേശക്കൂട്ടായ്മയോടെ മറ്റ് ഘടകപൂരങ്ങളും വടക്കുംനാഥനിലെത്തും. തുടർന്ന് നാദവിസ്മയം തീർക്കുന്ന തിരുവമ്പാടിയുടെ മഠത്തിൽ വരവും കുഞ്ഞിലഞ്ഞിയുടെ ചുവട്ടിൽ പാണ്ടിമേളത്തിന്റെ താളപ്പെരുക്കം തീർക്കുന്ന പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളവും അരങ്ങു തകർക്കും. പൂരത്തിന്റെ പ്രധാന ആകർഷകമായ ഇരുഭഗവതിമാരുടെയും തെക്കോട്ടിറക്കം കഴിഞ്ഞാൽ പിന്നെ കുടമാറ്റത്തിന്റെ ദൃശ്യചാരുത. പുതുമയാർന്ന വർണ്ണക്കുടകളും രഹസ്യമായി വെച്ച സ്പെഷ്യൽ കുടകളും പാണ്ഡ്യയുടെ മേളപ്പെരുക്കത്തിനൊപ്പം ആനപ്പുറമേറുമ്പോൾ പൂരപ്രേമികൾ ഒന്നടങ്കം പറയും, ഇതാണ് വർണ്ണങ്ങൾ വാരിവിതറുന്ന തൃശൂർ പൂരം. പൂഴിയെറിഞ്ഞാൽ നിലം തൊടാത്ത അത്ര ജനസമുദ്രം സാക്ഷിയാകുന്ന കുടമാറ്റം കഴിഞ്ഞാൽ രാത്രിയിൽ പകൽ പൂരത്തിന്റെ തനിയാവർത്തനം. പുലർച്ചെ മണ്ണിലും മനസ്സിലും മാനത്തും വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ടിന്റെ ഇരമ്പമായി. വെടിക്കെട്ട് കഴിഞ്ഞാൽ പൂരപ്പിറ്റേന്ന് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങും നടക്കും. അതെ, വരികയാണ് വാദ്യവിസ്മയത്തിന്റെ തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ പൂരം. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും മുത്തുക്കുടകളും നെറ്റിപ്പട്ടങ്ങളും മറ്റും താളമേളക്കൊഴുപ്പിൽ വർണ്ണശോഭകളാകുന്ന മണ്ണിലെയും വിണ്ണിലെയും പൂരങ്ങളുടെ പൂരം. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും അതിന്റെ ശ്രവ്യ ദൃശ്യ ചാരുതയോടെ നാളെ രാവിലെ 6 മുതൽ പിറ്റേന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെയുള്ള എല്ലാ ചടങ്ങുകളും TCV സംപ്രേഷണം ചെയ്യും. പൂരത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പ്രേക്ഷകരിലെത്തിക്കാൻ 30-ൽ പരം ക്യാമറ കണ്ണുകളാണ് പൂരനഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്.
ആനപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ച് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിനെത്തി. തൃശൂർ പൂര ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന തെക്കേ ഗോപുരനട തുറക്കാനാണ് 10 വർഷത്തിനുശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുനാഥന്റെ മണ്ണിലെത്തിയത്. കനത്ത മഴയെ അവഗണിച്ച് തെക്കേ ഗോപുരനട തുറക്കൽ ദർശിക്കാൻ ആയിരങ്ങൾ എത്തിയിരുന്നു. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേന്തിയ രാമചന്ദ്രന്റെ വരവിനായി ജനങ്ങൾ ആവേശത്തോടെ തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ കാത്തുനിന്നു. കണിമംഗലം ശാസ്താവിനെ വഴിയൊരുക്കുന്നതിനായി നെയ്തലക്കാവിലമ്മ ഇന്ന് 11:30ഓടെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പുറത്തേറി തെക്കേ ഗോപുരനട തുറന്നത്. മണിക്കൂറുകൾക്ക് മുൻപേ കാത്തുനിന്നിരുന്ന ജനങ്ങൾ ആർപ്പുവിളികളോടെ നെയ്തലക്കാവിലമ്മയെ സ്വീകരിച്ചു. തലയെടുപ്പോടെ തുമ്പിക്കൈ ഉയർത്തി രാമചന്ദ്രൻ പ്രണാമം അർപ്പിച്ചപ്പോൾ ജനങ്ങൾ ആരവം മുഴക്കി. മഴ മൂലം സാമ്പിൾ വെടിക്കെട്ടിന്റെ വർണ്ണക്കാഴ്ച നഷ്ടമായി എങ്കിലും പൊൻപ്രഭയും വർണ്ണവസന്തവും തൂകുന്ന ചമയ പ്രദർശനം പൂരപ്രേമികളുടെ മനം കവരുകയാണ്. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ചമയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. താളമേള വർണ്ണവിസ്മയമാകുന്ന തൃശൂർ പൂരത്തിന്റെ സുപ്രധാന കാഴ്ചകളിലൊന്നാണ് ആനച്ചമയ പ്രദർശനം. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം പാറമേക്കാവ് അഗ്രശാലയിലും തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുന്നത്. കോലവും ആലവട്ട വെഞ്ചാമരങ്ങളും മുത്തുകുടകളും ആനയാഭരണങ്ങളുമായി നടക്കുന്ന ചമയ പ്രദർശനം പൂരപ്രേമികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ്. പൂരത്തിന് അണിനിരക്കുന്ന 15 വീതമുള്ള ഗജവീരന്മാരെ അണിയിക്കുന്നതിനുള്ള പുതുപുത്തൻ ചമയങ്ങൾ പൂരത്തിനു മുമ്പേ കാണാൻ ലഭിക്കുന്ന അവസരം ജനങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മൊബൈൽ ഫോണുകളിലും ക്യാമറ കണ്ണുകളിലുമായി ചമയങ്ങളുടെ ദൃശ്യചാരുത ഒപ്പിയെടുക്കാൻ ജനം മത്സരിക്കുന്ന കാഴ്ചയും ചമയ പ്രദർശന വേദികളിൽ കാണാം. ഇത്തവണ ഇരുവിഭാഗങ്ങളുടെയും ചമയ പ്രദർശനത്തിന് പതിവിൽ കവിഞ്ഞ തിളക്കമാണ് ഉള്ളത്. കത്തിച്ചുവെച്ച നിലവിളക്കിന്റെ പൊൻപ്രഭയിൽ വർണ്ണശോഭ വിടരുന്ന കോലവും ആനയാഭരണങ്ങളും കൂടാതെ കരിവീരന്മാരെ പൊന്നണിയിക്കുന്നതിനുള്ള നെറ്റിപ്പട്ടവും കുടകളും ആലവട്ടവും വെഞ്ചാമരവുമെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. കണ്ണഞ്ചിപ്പിക്കും പൊന്നിൻ നെറ്റിപ്പട്ടങ്ങളുടെ ഓരോ കുമിളകളിലും പതിവിൽ കവിഞ്ഞ സ്വർണ്ണ തിളക്കമുണ്ട്. ആലവട്ടത്തിലെ മയിൽപ്പീലി കണ്ണുകൾക്ക് പതിവിൽ കവിഞ്ഞ ചന്തം കാണാം. വെഞ്ചാമരത്തിന് മനോഹരമായ വെൺപ്രഭയും കാണികളെ ആവേശക്കടലിൽ ആറാടിക്കാനുള്ള കുടമാറ്റത്തിനുള്ള വർണ്ണക്കുടകളുമുണ്ട് പ്രദർശനത്തിൽ. ഇത്തവണ 42 സെറ്റ് വീതം കുടകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വർണ്ണക്കുടകളുടെ കൂട്ടത്തിൽ കുറച്ച് സ്പെഷ്യൽ കുടകളും ഇരുവിഭാഗവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വർണ്ണവിസ്മയം പൊഴിക്കുന്ന കുടമാറ്റ വേളയിൽ സായം സന്ധ്യയിൽ വർണ്ണപ്രഭ ചൊരിയുന്ന LED കുടകൾ ഇത്തവണ പാറമേക്കാവും തിരുവമ്പാടിയും അണിനിരത്തുന്നു. LED കോലം കുടകൾ, ഗുരുവായൂരപ്പൻ കഥകളി രൂപം എന്നിവ പാറമേക്കാവ് പുറത്തിറക്കിയ സ്പെഷ്യൽ കുടകളിൽ ചിലതു മാത്രമാണ്. കോലം കുട, ഗജവീരൻ കുട, ശിവന്റെ താണ്ഡവം, സരസ്വതി ദേവി, ശ്രീകൃഷ്ണൻ എന്നീ കുടകളും തിരുവമ്പാടി വിഭാഗത്തിന്റെ കുടമാറ്റത്തിന് മിഴിവേകും. 1118 പഞ്ചമുഖ രുദ്രാക്ഷം കൊണ്ടും LED ലൈറ്റുകൾ കൊണ്ടും തീർത്ത കുട തിരുവമ്പാടി വിഭാഗത്തിന്റെ മറ്റൊരു ആകർഷകമാണ്. ഇരുവിഭാഗങ്ങളുടെയും സ്പെഷ്യൽ കുടകൾ രഹസ്യ കേന്ദ്രങ്ങളിൽ രഹസ്യമായി തന്നെ ഒരുങ്ങുന്നുണ്ട്. കാഴ്ചയുടെ വിരുന്നൊരുക്കി നടക്കുന്ന ചമയ പ്രദർശന നഗരികളിൽ ആളുകളുടെ തിരക്കേറി. ചമയം അണിയുന്നതിനായി കരിവീരക്കൂട്ടങ്ങളും പൂരനഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി മഴ വില്ലനാകുമോ എന്ന ആശങ്ക മാത്രം ബാക്കി. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളായനിക്കര, TC വിനോസ്. ഇടവേള. MK Silks. Silk with styling.
ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളും വരുന്നു. Kerala's #1 biggest visualized jewelry. Opening shortly at Thrissur, Athani. Alikal Gold and Diamonds. Thrissur, Athani, Aramuttukara. വിശ്വസ്തതയുടെ മുഖമുദ്ര. On the panoramic valley of Vilangan Hills, TBPL presents Anjali Gardens, Amalanagar, Thrissur, with ultra-modern amenities like health club, association hall, children's play area, and so much more. Book your dream home now and plan your housewarming. Thrissur Builders. Call 9744 002262. തൃശൂരിൽ ഇനി ഷോപ്പിംഗിന്റെ പൂരം. മോൾ ഓഫ് ജോയ് ഇപ്പോൾ തൃശൂരിന് സ്വന്തം. മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. നല്ല കളറാണല്ലോ, നല്ല ഡിസൈൻ ആണല്ലോ, നല്ല ക്വാളിറ്റി ആണല്ലോ. എല്ലാവർക്കും അറിയണം എന്റെ സാരി എവിടുന്നാണെന്ന്. ഞാൻ ആരോടും പറയാറില്ല, പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പുതിയ ഇമ്മാനുവൽ സിൽക്സ്. കളർ, ഡിസൈൻ, ക്വാളിറ്റി 3 times better. ഇമാനുവൽ സിൽക്സ്, തൃശൂർ. CDQ only at Emmanuel Silks. തൃശൂരിന് പുന്നിഴപാകിയ സുവർണ പാരമ്പര്യം. ചിരിയൻ കണ്ടത്ത് ജുവലറി. വാർത്തകളിലേക്ക്. ശക്തമായി തുടരുന്ന മഴ കൊടകര മറ്റത്തൂർ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ജനജീവിതത്തെ ബാധിച്ചു. കൊടകര പഞ്ചായത്തിലെ മനക്കുളങ്ങരയിൽ തെങ്ങൊടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. പടിയത്ത് രവിയുടെ വീടിന് മുകളിലേക്കാണ് മുറ്റത്ത് നിന്നിരുന്ന തെങ്ങ് ഒടിഞ്ഞു വീണത്. വീടിന് മുകളിലെ ഷീറ്റുമേഞ്ഞ ട്രസ് പൂർണ്ണമായും തകർന്നു. ഇയാളുടെ പറമ്പിലെ 60ഓളം നേന്ത്രവാഴകളും ജാതിമരവും കാറ്റിൽ ഒടിഞ്ഞു വീണിട്ടുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം ലക്ഷം വീട് കോളനിക്കടുത്തുള്ള തോട്ടാപ്പള്ളി മോഹനന്റെ ഓടിട്ട വീട് കനത്ത മഴയിൽ തകർന്നു വീണു. വീടിനകത്തുണ്ടായിരുന്ന 2 വയസ്സുള്ള കുഞ്ഞിന് ഓടുദേഹത്ത് വീണ് നിസ്സാര പരിക്കേറ്റു. 3 മുറിക്കടുത്ത് ഒമ്പതുങ്ങലിൽ കാറ്റ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഒമ്പതുങ്ങൽ പള്ളത്തേരി മണിയുടെ വീട്ടുപറമ്പിലെ കൂറ്റൻ പ്ലാവ് കടപുഴകി വീണു. നാടൻ വാഴകൾക്കും നാശമുണ്ടായി. മോനടി കുളത്തിനാൽ മാത്യുവിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് ഒടിഞ്ഞു വീണു. വൈദ്യുതി ലൈനിലേക്ക് മരങ്ങൾ വീണതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര ഇലക്ട്രിക്കൽ സെക്ഷന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ 8 മണിക്കൂറോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. എറവ ആറുമുറി കോൾപടവിലേക്കുള്ള ബണ്ട് തകർന്നു. കാഞ്ഞാണി പെരുമ്പുഴ കനാലിനോട് ചേർന്നുള്ള ബണ്ടാണ് കനത്ത മഴയെ തുടർന്ന് തകർന്നത്. ആറുമുറി കോൾപടവിലേക്ക് സ്ലൂയിസ് കനാൽ നിർമ്മിക്കാനായി ബണ്ടിൽ കാന കോരിയിരുന്നു. മെയിൻ ചാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ചാലിൽ വളയം ബണ്ടും തീർത്തിരുന്നു. എന്നാൽ വളയം ബണ്ട് കനത്ത മഴയിൽ ഒലിച്ചുപോയത് മൂലമാണ് മെയിൻ ചാലിലെ വെള്ളം കോൾപടവിലേക്ക് ഒഴുകിയത്. ഇതുമൂലം പടവുകളും സമീപ പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഏനാമാവ് റെഗുലേറ്റർ കനാലിലെ വെള്ളവും പടവിലേക്ക് ഒഴുകുന്നതിനാൽ കൊയ്യാനുള്ള വിളക്കുമാടം പടവ് പൂർണ്ണമായും വെള്ളത്തിലാകും. തകർന്ന ബണ്ട് അടയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പടവിൽ 10 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു. ഇവ പൂർണ്ണമായും നശിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്ക് ഉണ്ടാവുക. കനത്ത മഴയിൽ വലപ്പാടും ഗണേശമംഗലത്തും തെങ്ങുകൾ വീണ് 2 വീടുകൾ ഭാഗികമായി തകർന്നു. തണ്ടയാമ്പറമ്പിൽ സത്യന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് മേൽക്കൂരയും വാട്ടർ ടാങ്കും പൂർണ്ണമായി തകർന്നു. ഗണേശമംഗലത്ത് തെങ്ങ് കടപുഴകി വീണ് ഇട്ടൂലി വീട്ടിൽ മനോജിന്റെ വീട് ഭാഗികമായി തകർന്നു. വാടാനപ്പള്ളിയിൽ പൊതുത്തോട് വൃത്തിയാക്കുമ്പോൾ കവുങ്ങ് കടപുഴകി വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ കിഴക്കൻ വീട്ടിൽ അമ്മുവിന് പരിക്കേറ്റു. 18ാം വാർഡിലെ പൊതുത്തോട് വൃത്തിയാക്കുമ്പോഴാണ് സംഭവം. പരിക്കേറ്റ ഇവരെ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിലുണ്ടായ ചുഴലിക്കാറ്റിൽ 3 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. നിരവധി മരങ്ങൾ കടപുഴകി. മേക്കോട് ശ്രീകൃഷ്ണമുഖം ക്ഷേത്ര പരിസരത്ത് വൈകിട്ടാണ് ഏതാനും മിനിറ്റുകൾ നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. 2 വീടുകളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു. മരം വീണ് മറ്റൊരു വീടിന്റെ മേൽക്കൂര തകർന്നു. കാരേക്കാട്ട് ശ്രീധരൻ, കാരേക്കാട്ട് പുഷ്കരൻ എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയിലെ ഓടുകളാണ് 4 പാടും പറന്നു വീണത്. സമീപത്തുള്ള കാട്ടിൽ തിലകന്റെ വീടിന് മുകളിൽ മരം വീണു. വേക്കോട് പ്രദേശത്ത് നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. മഴയിൽ ചേർപ്പ പൂത്തറയ്ക്കൽ അവണാൻ അയ്യപ്പൻകുട്ടിയുടെ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും അപായമില്ല.
കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് മുരിയാട് തെക്കേപ്പാടം കോൾ മേഖലയിൽ നെൽകൃഷി നശിച്ചു. കുഴിക്കാട്ടുകോണം പ്രദേശത്തെ 100 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷിയാണ് നശിച്ചത്. KLDC കനാലിൽ സ്ഥാപിച്ച വെള്ളം ഒഴുക്കിക്കളയുന്നതിനുള്ള 50 HP-യുടെ 2 മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാത്തതാണ് നാശനഷ്ടമുണ്ടാകാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. മാള മേഖലയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും 2 വീടുകൾക്ക് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കൊടവത്തുകുന്ന് കളത്തിൽ ബാബുവിന്റെ ഓടിട്ട വാടക വീടാണ് തെങ്ങ് വീണ് തകർന്നത്. കിടപ്പുമുറിയിലുണ്ടായിരുന്ന ബാബുവിനും മകൻ ആദിത്യനും പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഇന്ന് രാവിലെ 9 മണിയോടെ ഉണ്ടായ കനത്ത കാറ്റിലാണ് സമീപത്തെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീണത്. വടങ്കം CK കൃഷ്ണൻ, കുരുവിലശ്ശേരി വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കുരുവിലശ്ശേരി മങ്ങാടത്ത് കുമാരന്റെ ഓടിട്ട വീടിന് മുകളിൽ തെങ്ങ് വീണു. വീടിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. ഈ സമയത്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. കുമാരന്റെ 50ഓളം വാഴകളും കാറ്റിലൊടിഞ്ഞു വീണു. വടങ്കം ബിന്ദു ബാബു സ്ഥലം സന്ദർശിച്ചു. മഴ മൂലം അരിമ്പൂർ വിളക്കുമാടം പടവിലെ 365 ഏക്കർ നെൽകൃഷി വെള്ളത്തിലായി. കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ പടവിൽ കൊയ്ത്ത് ആരംഭിച്ചുവെങ്കിലും മഴ മൂലം കർഷകർക്ക് കൊയ്ത്ത് പൂർണ്ണമാക്കാനായില്ല. ഡിസംബർ 10 മുമ്പ് കൃഷി ഇറക്കേണ്ട പടവിൽ ജനുവരി 10 കൃഷി ഇറക്കിയത്. ഈ ഒരു മാസത്തെ വീഴ്ച 200ഓളം കർഷകരെയാണ് കണ്ണീരിലാഴ്ത്തിയത്. പുല്ല് മുളപ്പിക്കാനും മീൻ പിടിക്കാനുമായി പടവിലെ വെള്ളം വറ്റിക്കാതെ ഇട്ടതുമൂലമാണ് കൃഷി ഇറക്കാൻ വൈകിയത്. കൊയ്തുവെച്ച നെൽച്ചാക്കുകൾ പടവിൽ നിന്ന് തന്നെ വാഹനങ്ങളിലേക്ക് കയറ്റാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനായി കർഷകർ ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. ലോഡിംഗും അൺലോഡിംഗും അടക്കം കർഷകർക്ക് ഭാരിച്ച തുക ഇതുവഴി നഷ്ടമാകുന്നുണ്ട്. പടവിലെ വെള്ളം വറ്റിക്കാൻ പമ്പിംഗ് നടക്കുന്നുണ്ട് എങ്കിലും അടിക്കടിയുള്ള പവർ കട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കതിര് വന്നതും കൊയ്യാനുള്ളതുമായി ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് പടവുകളിൽ മുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴയിൽ ചാവക്കാട് മത്തിക്കായൽ മുട്ടിൽ പാടശേഖരത്തിലെ 65 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. 36 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നാളെ കൊയ്യാനിരുന്ന നെല്ലാണ് വെള്ളത്തിനടിയിലായത്. മത്തിക്കായൽ മുട്ടിൽ 100 ഏക്കറിൽ കർഷക കൂട്ടായ്മയിലാണ് കൃഷി ഇറക്കിയത്. 35 ഏക്കറിൽ നേരത്തെ കൊയ്ത്ത് നടത്തിയിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബിത, കൃഷി ഓഫീസർ അനൂപ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വേനൽ മഴയിൽ പാടൂർ പുളിപ്പാണ്ടി പറമ്പിലെ നെൽകൃഷി നശിച്ചു. 15 ഏക്കറോളം ഇരിപ്പു നെൽകൃഷിയാണ് കൊയ്ത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ നശിച്ചത്. ഉപ്പുവെള്ള ഭീഷണിയുള്ളതിനാൽ ഏറെ ദൂരത്ത് നിന്ന് വൻതുക ചെലവഴിച്ചാണ് ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് കാട്ടകാമ്പാൽ മേഖലയിലെ പാടശേഖരങ്ങളിൽ നെൽക്കതിരുകൾ വെള്ളത്തിനടിയിലായി. മേഖലയിലെ പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന്റെ കീഴിൽ വരുന്ന തെക്കേ പടവിലും വടക്കേ പടവിലും കൊയ്ത്ത് പുരോഗമിക്കുമ്പോഴാണ് ശക്തമായ കാറ്റിലും മഴയിലും നെൽക്കതിരുകൾ വീഴുകയും പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തത്. കൃഷി ഇറക്കുന്നതിന് വേണ്ടി വട്ടിപ്പലിശയ്ക്കും ബാങ്കുകളിൽ നിന്നും ലോണെടുത്തും കൃഷി ചെയ്ത കർഷകരാണ് ഇതിൽ ഭൂരിപക്ഷവും. തട്ടകത്തമ്മയുടെ പൂരത്തിനായി ഗ്രാമം ഒരുങ്ങിയപ്പോൾ കനത്ത മഴ കാർഷിക മേഖലയായ കാട്ടകാമ്പാലിലെ പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലായതോടുകൂടി മേഖലയിലെ കർഷകർക്ക് ഇത് തിരിച്ചടിയായി. മൂന്ന് മാസം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ ഒരുമനിയൂർ കടപ്പുറം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാര്യക്കടവ് പാലത്തിന്റെ റാമ്പിന്റെ ഒരു ഭാഗം തകർന്നു. ഇതേ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മാട്ടുമ്മൽ ഭാഗത്ത് പാലത്തിൽ നിന്നും തുടങ്ങുന്ന റാമ്പാണ് പൊട്ടിയത്. കോൺക്രീറ്റുള്ള ഭാഗം പൊട്ടിത്തകർന്ന മണ്ണ് ഇതിലൂടെ കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയിലാണ്. മഴ ശക്തിയാകുന്നതോടെ ഈ ഭാഗം തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു. പാലം അപകടാവസ്ഥയിലായത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ ഇവിടെ വാഴ കുത്തിയിരിക്കുകയാണ്. കനോലി കനാലിന് കുറുകെയുള്ള പാലത്തിൽ ഇരുമ്പ് തകിടാണ് വിരിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലം അപകടാവസ്ഥയിലായതോടെ ജനം ദുരിതത്തിലായി. ഈ വർഷം ഫെബ്രുവരി 8 പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചത്. 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. മഴ കനത്തതോടെ റാമ്പ് പൂർണ്ണമായും തകർന്നു പോകുമെന്ന ഭീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. തൊഴിലാളി സമരം മൂലം ഒല്ലൂർ കണ്ഠരുമഠം ഗ്യാസ് ഏജൻസി അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. എന്നാൽ കളക്ടറുടെ അനുമതിയെ തുടർന്ന് ഗ്യാസ് ഏജൻസി ഇന്ന് രാവിലെ തുറന്നുവെങ്കിലും സ്ഥാപനത്തിലെ ബിൽ കമ്പ്യൂട്ടർ തകരാറിലായതിനാൽ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഗ്യാസ് ഏജൻസീസിൽ ഗ്യാസ് വാങ്ങാനെത്തിയ 100ഓളം പേർക്ക് മടങ്ങേണ്ടി വന്നു. സിലിണ്ടർ വിതരണത്തെ ചൊല്ലി ഉപഭോക്താക്കളും ഗ്യാസ് ഏജൻസി അധികൃതരുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും ഒല്ലൂർ പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു. ഗ്യാസ് ഏജൻസി തുറക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കളക്ടറേറ്റ് ധർണയടക്കമുള്ള സമരങ്ങൾ നടന്നിരുന്നു. ഗുരുവായൂർ ഇന്നർ റിംഗ് റോഡിലേക്ക് നിയമം ലംഘിച്ച് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഗുരുവായൂരിലെ ഏറ്റവും തിരക്കേറിയ ഇന്നർ റിംഗ് റോഡിലൂടെ ആർക്കും ഏതുതരം വാഹനത്തിലും എങ്ങനെയും പോകാമെന്ന അവസ്ഥയാണ്.
വലിയ വാഹനങ്ങൾ ഇന്നർ റിംഗ് റോഡിലേക്ക് പ്രവേശിക്കുന്നതോടെ രൂക്ഷമാവുന്ന ഗതാഗതക്കുരുക്ക് ഔട്ടർ റിംഗ് റോഡിലേക്കും വ്യാപിക്കുന്നു. ഇത് പിന്നീട് നഗരം മുഴുവൻ ഗതാഗതം സ്തംഭിക്കാൻ ഇടയാക്കുകയാണ്. ഇന്നർ റിംഗ് റോഡിലുള്ള പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയും വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പോലീസ് കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇന്നർ റിംഗ് റോഡിന്റെ പല ഭാഗത്തും അറ്റകുറ്റപ്പണികൾക്കും അഴുക്കുചാൽ പദ്ധതിക്കുമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. ഇതും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കാൻ ഇടയാക്കുന്നു. ഇതിനു പുറമെയാണ് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക്. ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ഇന്നർ റിംഗ് റോഡിലും മഞ്ചുളാൽ മുതൽ കിഴക്കേനട വരെയുള്ള റോഡിലും ദേവസ്വമോ പോലീസോ യാതൊരു നിയന്ത്രണ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. ഇതുകാരണം വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ പ്രവേശിക്കുകയും മാർഗതടസ്സം ഉണ്ടാക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 11 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന നവീകരണ കലശത്തിന് ഭക്തി നിർഭരമായ സമാപനം. വ്യാഴാഴ്ച രാവിലെ ദേവന് പശുക്കിടാവിനെയും കണിക്കോപ്പും കണിക്കാണിച്ച് നട തുറന്നു. തുടർന്ന് അഭിഷേകം, പായസ നിവേദ്യം, ഹോമകലശാഭിഷേകം, അഗ്നിജനനം, തത്വഹോമപൂജ, പാണ്ഡി, തത്വകലശാഭിഷേകം എന്നിവ നടന്നു. കലശമണ്ഡപത്തിൽ രക്ഷവിടർത്തി പൂജ, പരികലശാഭിഷേകം, പാണ്ഡി എന്നിവയ്ക്ക് ശേഷം ബ്രഹ്മകലശം ക്ഷേത്രത്തിനകത്തേക്ക് പ്രദക്ഷിണം വെച്ച് എഴുന്നള്ളിച്ചു. മേൽശാന്തി കാവനാട് രവി നമ്പൂതിരി ബ്രഹ്മകലശം ശിരസിലേറ്റി. വാദ്യമേളങ്ങൾ പ്രദക്ഷിണത്തിന് അകമ്പടിയായി. തുടർന്ന് ബ്രഹ്മകലശാഭിഷേകം നടത്തി. അവസൃത പ്രോഷണം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം കലശത്തിൽ പങ്കെടുത്ത തന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷേത്രം ഊരായ്മക്കാരായ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ദക്ഷിണ സമർപ്പിച്ചു. ഇതോടെ നവീകരണ കലശ ചടങ്ങുകൾക്ക് സമാപനമായി. വൈകിട്ട് 5 ആനകളോടെ ഭഗവാൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. എറണാകുളം ശിവകുമാർ ഭഗവാന്റെ സ്വർണ്ണക്കോലം വഹിച്ചു. ഇടത്ത് അമ്പാടിക്കണ്ണനും വലത്ത് ദേവസ്വം ബാലരാമനും അണിനിരന്നു. കിഴക്കൂട്ട് അനിയന്മാരാർ നയിച്ച മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. അത്താഴ ശിവേലിക്ക് ശേഷം ഭഗവാൻ 7 ആനകളോടെ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. എഴുന്നള്ളിപ്പിന് അന്നമനട പരമേശ്വരന്മാരാർ നയിച്ച പഞ്ചവാദ്യം അകമ്പടിയായി. കലശ സമാപനത്തോടനുബന്ധിച്ച് ഭക്തർക്ക് പ്രാതലും സദ്യയും വിതരണം ചെയ്തു. കലശത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളിൽ കണ്ണൂർ രത്നകുമാർ നയിച്ച വിഷ്ണു ചൈതന്യം കഥാപ്രസംഗം അരങ്ങേറി. TCV തൃപ്രയാർ. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് സ്തംഭനത്തിൽ ജില്ലാ പഞ്ചായത്തും കരാറുകാരനും ഒത്തുകളിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഡേവിസ് ആരോപിച്ചു. ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളുടെ നേതൃത്വത്തിൽ അഴീക്കോട് ജെട്ടി സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലേല വ്യവസ്ഥകൾ ലംഘിച്ച് അധികൃതരും കരാറുകാരും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ ഉൾപ്പെടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കണ്ടശാങ്കടവ് മാമ്പുള്ളിയിൽ പാചകവാതക സിലിണ്ടർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. പൊറ്റേക്കാട് സുരേഷ് ബാബുവിന്റെ വീട്ടിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. അസഹ്യമായി പാചകവാതകത്തിന്റെ മണം വന്നതോടെ വീട്ടുകാർ സിലിണ്ടർ പരിശോധിച്ചപ്പോൾ ചോർച്ച കണ്ടെത്തുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി സിലിണ്ടറിന്റെ ചോർച്ച അടച്ചു. പണം പലിശയ്ക്ക് നൽകുന്ന സംഘം പലിശ ലഭിക്കാതെ വന്നപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളിയെ വാടക വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. മന്ദലാംകുന്ന് പുതുപ്പാറയ്ക്കൽ ഹുസൈനാണ് മർദ്ദനമേറ്റത്. ഇയാളെ പരിക്കുകളോടെ വടക്കേക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിഞ്ഞാറത്ത് വീട്ടിൽ അനിൽകുമാർ എന്ന അനിലും സംഘവും മർദ്ദിച്ചുവെന്നാണ് പരാതി. 50,000 രൂപ ഹുസൈന് അനിൽകുമാർ പലിശയ്ക്ക് നൽകിയിരുന്നു. പലിശ ഇനത്തിൽ 15,000 രൂപ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചതെന്ന് ചാവക്കാട് പോലീസിൽ ഹുസൈൻ നൽകിയ പരാതിയിൽ പറയുന്നു. ഇനി പാവർട്ടി തിരുനാൾ വിശേഷങ്ങൾ. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നാളെ നടക്കും. രാത്രി നടക്കുന്ന ചടങ്ങിൽ സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ഫ്രാൻസിസ് കണിച്ചിക്കാട്ടിൽ സ്വിച്ച് ഓൺ നിർവഹിക്കും. തുടർന്ന് ഇടവകയിലെ ഇലക്ട്രിക് തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള കരിമരുന്ന് പ്രയോഗം നടക്കും. നാളെ വൈകിട്ട് 7-ന് തെക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്ഥകേന്ദ്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ തിരുമുറ്റ മേളം അരങ്ങേറും. ശനി ഞായർ ദിവസങ്ങളിലാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളാഘോഷം. സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് വർണ്ണക്കാഴ്ചയൊരുക്കാൻ പണിപ്പുരയിൽ നൂതന അമിട്ടുകൾ ഒരുങ്ങി. മെർക്കുറി സ്റ്റാറും സിൽവർ റോക്കുമാണ് ഇത്തവണ തിരുനാൾ വെടിക്കെട്ടിനോടനുബന്ധിച്ചുള്ള അമിട്ടുകളിൽ പുതുമയാവുക. ഡിസ്കോ ഫ്ളാഷ്, വെള്ളിപ്പകിരി, സൂര്യകാന്തി, നാലുമൂല തുടങ്ങിയവയും കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കും. അത്താണി ദേവസിയാണ് ഇത്തവണ തിരുനാൾ വെടിക്കെട്ടിന് അമിട്ടുകൾ കൊണ്ട് വർണ്ണവിസ്മയം തീർക്കുന്നത്. റിമോട്ട് കൺട്രോളിലാണ് അമിട്ടുകൾ പൊട്ടിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്.
ശനി ഞായർ ദിവസങ്ങളിലായി 5 വെടിക്കെട്ടുകളാണ് പാവർട്ടി തിരുനാളിനോടനുബന്ധിച്ച് ഉണ്ടാവുക. അമിട്ടുകളുടെ നിർമ്മാണം പണിപ്പുരയിൽ ഏതാണ്ട് പൂർത്തിയായ നിലയിലാണ്. തിരുനാൾ വെടിക്കെട്ട് മനോഹരമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് വെടിക്കെട്ട് കമ്മിറ്റി ഭാരവാഹികൾ. ഇത്തവണ തിരുനാൾ വെടിക്കെട്ട് 1 കോടി രൂപയ്ക്ക് ഇൻഷ്വർ ചെയ്തിട്ടുണ്ട്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് സാന്റ് ജോസഫ് പാരിഷ് ബോയ്സ് ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. പാവർട്ടി തിരുനാൾ എന്ന വിഷയം ആസ്പദമാക്കിയെടുക്കുന്ന ഫോട്ടോകൾ മേൽവിലാസവും ഫോൺ നമ്പറും സഹിതം ഈ മാസം 14 വൈകിട്ട് 5 മുമ്പായി ഇടവകയുടെ പാരിഷ് ബോയ്സ് 2014@gmail.com എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യണം. വിജയികൾക്ക് 2000 രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം നിലവിൽ വരും. കാഞ്ഞാണി, പറപ്പൂർ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുളിഞ്ചേരിപ്പടി സ്റ്റോപ്പിലും ചിറ്റാറ്റുകര ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കൾച്ചറൽ സെന്ററിന് സമീപവും ചാവക്കാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ സംസ്കൃത കോളേജ് ജംഗ്ഷനിലും നിർത്തി യാത്രക്കാരെ ഇറക്കി തിരിച്ചുപോകണം. പള്ളിനടയിലും പരിസരത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ചെറുവാഹനങ്ങൾക്ക് പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെടിക്കെട്ട് കഴിയുമ്പോഴും മറ്റും തിരക്കുള്ള സമയങ്ങളിലും കാൽനട യാത്രക്കാരുടെ തിരക്കൊഴിഞ്ഞതിനു ശേഷമേ പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ റോഡിൽ ഇറങ്ങാൻ അനുവദിക്കുകയുള്ളൂ. വളണ്ടിയർ സേനയുടെ നേതൃത്വത്തിൽ തിരക്കും ഗതാഗത കുരുക്കും നിയന്ത്രിക്കുന്നതിന് പ്രത്യേക വയർലെസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രത്തിലും പരിസരത്തും സുരക്ഷാ സംവിധാനം ശക്തമാക്കി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം 200-ൽ ഏറെ അധിക പോലീസ് സേന തിരുനാൾ ദിവസങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മുഴുവൻ സമയവും രംഗത്തുണ്ടാകും. കൂടാതെ മാല പൊട്ടിക്കൽ, മോഷണം എന്നിവ തടയുന്നതിനായി ഷാഡോ പോലീസിനെയും വിന്യസിക്കുന്നുണ്ട്. ടോൾമെൻ സെക്യൂരിറ്റി അംഗങ്ങളും 1001 സന്നദ്ധ സേനയും സേവനത്തിനായി രംഗത്തുണ്ടാകും. തീർത്ഥകേന്ദ്രത്തിന് ഉള്ളിലും പുറത്തും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി നിരീക്ഷണ ക്യാമറകൾ സുരക്ഷാ ക്രമീകരണ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്നുള്ള ആരോഗ്യവകുപ്പ് സംഘവും ആക്സ് പ്രവർത്തകർ, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയ പരിസരത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. ദേവദാസൻ കനീസിയൂസ് അച്ചന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം 11 നടക്കുമെന്ന് പ്രതിനിധികൾ പുതുക്കാട് അറിയിച്ചു. കനീസിയൂസ് അച്ചന്റെ ആനന്ദപുരത്തുള്ള ജന്മഗൃഹമായ കനീസിയത്തിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് മാർ ജെയിംസ് പഴയാറ്റിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കനീസിയത്തിൽ നിന്ന് ആനന്ദപുരം ചെറുപുഷ്പം പള്ളിയിലേക്ക് റാലിയും നടത്തും. തുടർന്ന് ദിവ്യബലിക്ക് മാർ ജോസഫ് പാസ്റ്റർ നീരങ്കാവിൽ കാർമ്മികത്വം വഹിക്കും. 1914 മെയ് 12 ആനന്ദപുരത്ത് ജനിച്ച ഫാദർ കനീസിയൂസിനെ കഴിഞ്ഞ മാർച്ച് 29 ദേവദാസനായി പ്രഖ്യാപിച്ചത്. മരിച്ച് 14 വർഷത്തിനുള്ളിൽ ദേവദാസനായി പ്രഖ്യാപിക്കപ്പെട്ട ഏക വ്യക്തിയാണ് കനീസിയൂസ് അച്ചൻ. ഫാദർ തോമസ് ചക്കാലമറ്റത്ത്, ഫാദർ ജോസ് ചുങ്കൻ, ജോയ് കാട്ട്ല, വർഗീസ് പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. നല്ല കളക്ഷൻസ് ആണ്. സാരീസ് ഒക്കെ പ്രത്യേകിച്ച് പട്ട് സാരിയൊക്കെ നല്ല കളക്ഷൻസ് ആണ്. അപ്പൊ എല്ലാവരും കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടേക്ക് വന്നിരിക്കണം. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. Ready to occupy flats at the heart of the city. TBPL Shweda Residency near Vaidudi Bhavan, Kottapuram, Thrissur, with ultra-modern amenities like health club, swimming pool, home theatre, security systems, and solar power on common areas. Thrissur Builders Private Limited. Call 9744 678900. നല്ല കളറാണല്ലോ, നല്ല ഡിസൈൻ ആണല്ലോ, നല്ല ക്വാളിറ്റി ആണല്ലോ. എല്ലാവർക്കും അറിയണം എന്റെ സാരി എവിടുന്നാണെന്ന്. ഞാൻ ആരോടും പറയാറില്ല, പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം.
പുതിയ ഇമ്മാനുവൽ സിൽക്സ്. കളർ, ഡിസൈൻ, ക്വാളിറ്റി 3 times better. ഇമാനുവൽ സിൽക്സ് തൃശൂർ. CDQ only at Emmanuel Silks. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ആവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബതി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചു വെക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ B2B ആട്ടയാ കഴിക്കുന്നത്. ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളും വരുന്നു. Kerala's #1 biggest visualized jewelry, Alikal Gold and Diamonds, opening shortly at Thrissur, Athani. വാർത്തകളിലേക്ക്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായില്ല. 6 മാസം മുൻപ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകിയതിനെ തുടർന്ന് 1ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന കുട്ടികളുടെ വാർഡ് പൂട്ടിയിരുന്നു. ഇതിന് പരിഹാരമായി ആശുപത്രി കോമ്പൌണ്ടിൽ പുതിയ കുഴിയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം പണി ഇതേവരെ പൂർത്തിയാക്കിയിട്ടില്ല. വേനൽ മഴ ശക്തമായതോടെ ആശുപത്രിയും പരിസരവും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. സെപ്റ്റിക് ടാങ്കിന്റെ നിർമ്മാണം പാതി വഴിയിലായതോടെ സ്ത്രീകളുടെ വാർഡിലേക്കും മോർച്ചറിയിലേക്കുമുള്ള പ്രവേശനം തടസ്സപ്പെട്ട നിലയിലാണ്. സെപ്റ്റിക് ടാങ്ക് മാലിന്യ പ്രശ്നത്തിൽ നാട്ടുകാർ നടത്തിയ സമരത്തെ തുടർന്ന് 6 മാസം മുൻപ് പുതിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുവാനായി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA 2.65 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികാര പരിധിയിലുള്ള ആശുപത്രിയിൽ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുവാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. എന്നാൽ കരാറുകാരൻ 3 മാസം മുൻപ് സെപ്റ്റിക് ടാങ്കിനുള്ള കുഴിയുടെ പണി പൂർത്തിയാക്കിയതല്ലാതെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. 6 കോൽ താഴ്ചയിലും 15 അടി നീളത്തിലും 5 അടി വീതിയിലുമാണ് കുഴി എടുത്തിരിക്കുന്നത്. കുഴിയെടുത്തപ്പോൾ ബാക്കി വന്ന മണ്ണ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ അനുമതി ലഭിക്കാത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. മഴ ശക്തമായതോടെ വെള്ളക്കെട്ടിന് പുറമെ ആശുപത്രി പരിസരത്ത് ഇഴജന്തുക്കളുടെ ശല്യവും പെരുകുകയാണ്. വ്യാഴാഴ്ച രാവിലെ വെള്ളത്തിലൂടെ ഒഴുകിവന്ന പാമ്പ് രോഗികളിൽ ഭീതി പരത്തി. നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് പിടികൂടിയ പാമ്പിനെ വനപാലകർക്ക് കൈമാറി. സെപ്റ്റിക് ടാങ്കിന്റെ കുഴിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. സെപ്റ്റിക് ടാങ്കിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആശുപത്രി സൂപ്രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. പഴഞ്ഞി ഏഞ്ചൽ കോറസ് മ്യൂസിക് അക്കാദമിയും കുന്നംകുളം മ്യൂസിക് ലവേഴ്സ് ഫോറവും സംയുക്തമായി ഡേവിഡ് ഭാഗവതർ അനുസ്മരണവും ജോൺസൺ സ്മൃതിയും സംഘടിപ്പിക്കുന്ന ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6-ന് കുന്നംകുളം ജവഹർ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ ജോൺസന്റെ കുടുംബത്തിന് കുന്നംകുളത്തിന്റെ ഉപഹാരം സമർപ്പിക്കും. അക്കാദമി സംഘടിപ്പിച്ച ജോൺസൺ ഗാനാലാപന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തും. റെന്നി ശങ്കർ കുന്നംകുളം, അജിത് ഹരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അളഗപ്പ നഗർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അളഗപ്പ നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുമെന്ന് പ്രതിനിധികൾ അറിയിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പാണ്ടാരി, സെക്രട്ടറി ബാബു തയ്യാലക്കൽ, ട്രഷറർ ആന്റണി തയ്യാലക്കൽ എന്നിവർ പങ്കെടുത്തു. ഇനി പൂരവിശേഷങ്ങൾ. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ. സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. സ്വാദ് B2B ആട്ട. ന്യൂ ഇയർ കുറീസ്. ഏത് പ്രാർത്ഥനയും ഫലിക്കും. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. സുഹൃതമാം ജീവിതം സുന്ദരമാക്കാം. തലമുറകൾ കൈമാറിയ സത്യം. ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അഭിനവ ബ്രൈഡൽ കളക്ഷൻസ് അറ്റ് പുളിമൂട്ടിൽ സിൽക്സ്. കേവലം 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ. നേടൂ നറുക്കെടുപ്പിലൂടെ 1 കോടി. MK സിൽക്സ്. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ,
ഇനി എല്ലാം പ്യൂമ തന്നെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹോണ്ട വാഹനം സ്വന്തമാക്കൂ ജോൺസ് ഹോണ്ടയിൽ നിന്നും. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കൂ. ജോൺസ് ഹോണ്ട, പുഴയ്ക്കൽ, തൃശൂർ. പൂരത്തിന്റെ മങ്ങാത്ത ഓർമ്മകളുമായി ഓർമ്മപൂരം. മണ്ണിന്റെ മണവും നാടിന്റെ ആത്മാവുമുള്ള പൂരപ്പാട്ടുകൾ മലയാളികൾക്ക് എന്നും ഒരു ഹരമാണ്. തൃശൂർ പൂരത്തെ നെഞ്ചിലേറ്റിയ ഏതാനും പൂരപ്പാട്ടുകളിലേക്ക്. നീയും പോര് തൃശിവ പേരു പൂരം കാണാൻ. പൂരപ്രേമികളെ പൂരാവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ഈ മനോഹര ഗാനം കേൾക്കാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെ പറയാം. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തകർത്തഭിനയിച്ച മാമ്പഴക്കാലം എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണിത്. എം ജയചന്ദ്രന്റെ ഈണത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം മലയാളികളുടെ മനസ്സിൽ വിതറുന്നത് പൂരാവേശത്തിന്റെ അലയടികളാണ്. ഈ ഗാനം തന്നെ വ്യത്യസ്ത ഭാവങ്ങളിൽ സീനിയേഴ്സ്, പുണ്യാളൻ അഗർബത്തീസ് എന്നീ സിനിമകളിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആനപ്പിണ്ടത്തിൽ നിന്ന് അഗർബത്തി ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങി കഷ്ടത്തിലായ ജോയ് താക്കോൽക്കാരന്റെ കഥ പറഞ്ഞ പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയിലാണ് തൃശൂർ പൂരവിശേഷങ്ങൾ കോർത്തിണക്കിയ ഗാനങ്ങൾ കൂടുതലായുള്ളത്. ആലാപന മികവ് കൊണ്ടും ദൃശ്യാവിഷ്കാരം കൊണ്ടും കുട്ടികളെയും മുതിർന്നവരെയും പൂരാസ്വാദനത്തിന്റെ ആവേശത്തിൽ ആറാടിക്കാൻ ചിത്രത്തിലെ ഗാനങ്ങൾക്കായിട്ടുണ്ട്. പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്ക് പേര്, കാണണമെങ്കിൽ കാണണം തൃശിവ പേരൂര്. അതുപോലെ തന്നെ വ്യത്യസ്തത പുലർത്തുന്നതാണ് 2013 ടെലിവൈറ്റ് മീഡിയ നിർമ്മിച്ച തൃശൂർ പൂരം തീം സോങ്. പൂരത്തിന്റെ വരവറിയിച്ച് തയ്യാറാക്കിയ 3 മിനിറ്റ് ദൈർഘ്യമുള്ള തീം സോങ്ങിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഗാനരചയിതാവും TCB സീനിയർ റിപ്പോർട്ടറുമായ മുകേഷ് ലാലാണ്. മുഹമ്മദ് അലിയുടെ സംഗീതത്തിന് മണികണ്ഠനാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. TCB റിപ്പോർട്ടർ ജിയോ സണ്ണിയുടെ സംവിധാനത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ തീം സോങ്ങിൽ തൃശൂരിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ അണിനിരത്തിയിട്ടുണ്ട്. സംവിധായകൻ പ്രിയനന്ദനൻ, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, പത്മശ്രീ കുട്ടന്മാരാർ, കവി എങ്ങട്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീത സംവിധായകൻ മോഹൻ സിത്താര, ചലച്ചിത്ര നടൻ ജയരാജ് ചുവാര്യർ, ഫുട്ബോൾ താരം IM വിജയൻ തുടങ്ങിയവരാണ് ഈ ഗാനത്തിന്റെ ഭാഗമായിട്ടുള്ളത്. കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ താളമേളങ്ങൾ, കൊടിയേറി പൂരം വന്നേ ആത്തുമുഴങ്ങുകയായി, കാത്തിരുന്ന പൂരം വന്നു കാതോർത്താൽ മേളം കേൾക്കാം, തേക്കിൻ കാടുണരുകയായി. കൂടാതെ തിരുവമ്പാടി ശിവസുന്ദർ എന്ന ആനയുടെ എല്ലാ ചലനങ്ങളും ഉൾപ്പെടുത്തിയ 4.5 മിനിറ്റ് നീളുന്ന പാട്ടും ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ബാലമുരളിയുടെ സംഗീതത്തിൽ ജയചന്ദ്രനാണ് ഈ ആൽബത്തിലെ പാട്ടുകൾ പാടിയിരിക്കുന്നത്. മുന്നരങ്ങിൽ മുൻപനാണ് മൂലകും കീഴിലാണ് ഗജരാജവീരൻ സുന്ദരൻ, വീരശൂര നായകൻ തിരുവമ്പാടി ശിവസുന്ദർ, ജനകോടികൾക്ക് നായകൻ. പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ. രാത്രി പൂരത്തിലെ കൊമ്പന്മാരുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പുകൾക്ക് തീവെട്ടി പ്രഭ ചൊരിയുന്ന തീപന്തങ്ങൾ അണിയറയിലൊരുങ്ങി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെയും മറ്റ് ഘടക ദേവീദേവന്മാരുടെയും രാത്രിപൂര എഴുന്നള്ളിപ്പുകൾക്ക് പൊൻപ്രഭയേകുന്നത് അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ തീപന്തങ്ങളാണ്. ഒറ്റപ്പന്തം, 3 പന്തം, 4 പന്തം, 6 പന്തം എന്നിങ്ങനെയുള്ള പന്തങ്ങളാണ് എഴുന്നള്ളിപ്പുകൾക്ക് ഉപയോഗിക്കുന്നത്. കാരമിട്ട് കഴുകി വൃത്തിയാക്കിയ വെള്ള കോട്ടൺ തുണിയാണ് ഓരോ പന്തങ്ങളിലും ചുറ്റിയെടുക്കുന്നത്. 6 പന്തങ്ങൾക്ക് 3 കിലോയും 4 പന്തങ്ങൾക്ക് 2 കിലോയും 3 പന്തങ്ങൾക്ക് 1.5 കിലോ തുണിയുമാണ് ചുറ്റാനെടുക്കുന്നത്. ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന പന്തത്തട്ട് പിന്നീട് മരക്കഴകളിൽ വെച്ച് കെട്ടിയാണ് എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നത്. തിടമ്പേറ്റുന്ന കൊമ്പന്മാർക്ക് മുന്നിലായി ഒറ്റപ്പന്തവും 3 പന്തവും, മറ്റാനകൾക്ക് മുന്നിലായി 4 പന്തവും 6 പന്തവും പിടിച്ചാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. പാറമേക്കാവ് വിഭാഗത്തിനായി ചാത്തക്കുടം കുഞ്ഞുണ്ണി തീവട്ടിപ്പന്തങ്ങൾ തയ്യാറാക്കുമ്പോൾ തിരുവമ്പാടി വിഭാഗത്തിനായി ഒറ്റപ്പന്തം MV മോഹനവാര്യരും കൈവിളക്കുകൾ കരുവന്തല മുരളീധരനും പെരിങ്ങോട്ടുകര സോമനുമാണ് ഒരുക്കുന്നത്. തീപ്പന്തങ്ങൾ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ഇരുൾമേഞ്ഞ മാനത്ത് രാത്രിപൂരത്തിന്റെ എഴുന്നള്ളിപ്പിൽ അരമണികിലുക്കി ആലവെട്ട വെഞ്ചാമരവും നെറ്റിപ്പട്ടവും മുത്തുക്കുടകളുമായി ഭഗവതിമാരെ ശിരസിലേറ്റി വന്നെത്തുന്ന കൊമ്പന്മാരെ സ്വർണ്ണവർണ്ണത്തിൽ ആറാടിക്കാൻ. TCB ന്യൂസ്, തൃശൂർ.
തൃശൂർ പൂരം വിഷയമാക്കി ഒരുക്കിയ കാണാൻ പോണ പൂരം എന്ന ഹ്രസ്വ ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങി. സിനിമാ കൂട്ടായ്മയുടെ ബാനറിൽ സന്തു രഞ്ജു എന്നിവരാണ് ഹ്രസ്വചിത്രം അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഭൂമിയിലെ ഏറ്റവും മനോഹര കാഴ്ചയെന്ന യുനെസ്കോ വിശേഷിപ്പിച്ച തൃശൂർ പൂരത്തിന്റെ കാഴ്ചയുടെ സൗന്ദര്യം അന്ധനായ ബാലൻ ഉൾക്കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ഈ കൊട്ട് തന്നെ എത്ര തരാന്നാ? മഠത്തിൽ വരവിലെ പഞ്ചവാദ്യം, പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുമ്പോ ചെമ്പട, പിന്നെ സാക്ഷാൽ എലഞ്ഞിത്തറയിലെ പാണ്ടിമേളം. മാധ്യമപ്രവർത്തകനായ ജിയോ സണ്ണി തിരക്കഥയും ഷിബി പോട്ടോർ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പൂരനഗരിയിൽ ടൂറിംഗ് ടാക്കീസ് രീതിയിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ജനകീയ ചലച്ചിത്ര പ്രദർശനമാണ് ഈ ഹ്രസ്വചിത്രത്തിനായി സംഘടിപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ ഒരു ചിത്രകാരനാവാൻ കാരണം തന്നെ ഈ തൃശൂർ പൂര. പ്രേംകുമാർ, മാസ്റ്റർ ജിയോ, നന്ദന എന്നിവർ പ്രധാന വേഷം അവതരിപ്പിക്കുന്നു. KB വേണു, ആദിത്യ, അനാമിക എന്നിവർ ശബ്ദം നൽകിയിരിക്കുന്നു. 7 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം TNP നായർ കടപ്ര നിർമ്മിച്ചിരിക്കുന്നു. ലിജോ ആന്റണി, ജിത്തൻ, ഗോപി, ജീവൻ പടിയത്ത് എന്നിവരാണ് മറ്റു അണിയർ പ്രവർത്തകർ. പൂരനഗരിയിൽ ജനകീയ പ്രദർശനം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം പൂരദിവസം ചിത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഈ പൂരചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പൂരം കഴിഞ്ഞ പൂരപ്പറമ്പങ്ങട് കാലിയാവും. കണ്ട കാഴ്ചകളൊക്കെ എങ്ങടാ പോയി മറയാന്നറിയില്ല. TCV ന്യൂസ് തൃശൂർ. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. സ്വാദ് B2B ആട്ട. ന്യൂ ഇയർ കുറീസ്. ഏത് പ്രാർത്ഥനയും ഫലിക്കും. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഏസ് കമ്പ്യൂട്ടേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. സുഹൃതമാം ജീവിതം സുന്ദരമാക്കാം. തലമുറകൾ കൈമാറിയ സത്യം. ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അഭിനവ ബ്രൈഡൽ കളക്ഷൻസ് അറ്റ് പുളിമൂട്ടിൽ സിൽക്സ്. കേവലം 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ. നേടൂ നറുക്കെടുപ്പിലൂടെ 1 കോടി. MK സിൽക്സ്. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹോണ്ട വാഹനം സ്വന്തമാക്കൂ ജോൺസ് ഹോണ്ടയിൽ നിന്നും. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കൂ. ജോൺസ് ഹോണ്ട, പുഴയ്ക്കൽ, തൃശൂർ. തൃശൂർ പൂരത്തിനായി പൂരനഗരിയിലേക്ക് എത്തിച്ചേരുന്ന പൂരപ്രേമികളെ വരവേൽക്കാൻ ചുങ്കത്ത് ജുവല്ലറി ഒരുക്കിയിരിക്കുന്ന കഥകളി രൂപം കാഴ്ചക്കാരുടെ മനം കവരുന്നു. എല്ലാ വർഷവും ഏവർക്കും പൂരാശംസകൾ നേർന്ന തൃശൂർ MG റോഡിലുള്ള ചുങ്കത്ത് ജുവല്ലറി വിവിധ മാതൃകകൾ തയ്യാറാക്കാറുണ്ട്. ഇത്തവണ 40 അടിയോളം പൊക്കത്തിലും 30 അടിയോളം വീതിയിലുമായി ഏവരെയും പൂരനഗരിയിലേക്ക് സ്വീകരിക്കുന്ന കഥകളി രൂപമാണ് ഒരുക്കിയിരിക്കുന്നത്. ചലിക്കുന്ന കണ്ണുകളും മുദ്രകൾ കാട്ടുന്ന കൈവിരലുകളും ഇമവെട്ടുന്ന കൺപീലികളും ഇരുവശത്തേക്കും ചലിക്കുന്ന ശിരസുമായുള്ള കഥകളി രൂപം കാണാൻ നിരവധി പേരാണ് ചുങ്കത്ത് ജുവല്ലറിക്ക് മുന്നിൽ എത്തിച്ചേരുന്നത്. ഈ ദൃശ്യവിസ്മയം ഒരുക്കിയിട്ടുള്ളത് ശില്പി ഡാവിഞ്ചി സുരേഷാണ്. സാംസ്കാരിക നഗരിയിൽ പെയ്തിറങ്ങുന്ന പൂരത്തിനെ ഏവരെയും ചുങ്കത്ത് ജുവല്ലറി കഥകളി ശില്പമൊരുക്കി സ്വാഗതം ചെയ്യുന്നു. ചുങ്കത്ത് ജ്വല്ലറിയുടെ സാംസ്കാരിക വിഭാഗം ഒരുക്കിയിരിക്കുന്ന കലാസൃഷ്ടിയാണിത്. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയാണ് ഇത്തവണ പൂരാഘോഷത്തിലേക്ക് ചുങ്കത്ത് ജ്വല്ലറി സമർപ്പിക്കുന്നത്. കുടമാറ്റം പോലെ, ഇലഞ്ഞിത്തറ മേളം പോലെ ചുങ്കത്ത് ജ്വല്ലറിയും പൂരാഘോഷത്തിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. മാനം തെളിയട്ടെ. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഭരണപക്ഷത്തെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് കൌൺസിൽ യോഗത്തിലെ അജണ്ട മാറ്റിവെച്ചു. 1-ാം വാർഡ് കൌൺസിലർ നിഷ ഹരിദാസ് ഉന്നയിച്ച പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഫീസ് തല അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് കൌൺസിലിലേക്ക് വെച്ച അജണ്ടയാണ് മാറ്റിവെച്ചത്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡിന്റേത് അടക്കം ഐ ഗ്രൂപ്പ് കൌൺസിലർമാരുടെ എതിർപ്പിനെ തുടർന്നാണ് അജണ്ട മാറ്റിവെച്ചത്. നഗരസഭാ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പുറത്താട്ടുകുന്നിൽ നിർമ്മിക്കുന്ന മിനി കമ്മ്യൂണിറ്റി ഹാളിൽ ടോയ്ലറ്റ് ഒഴിവാക്കാനുള്ള നീക്കം പ്രതിപക്ഷ അംഗങ്ങളുടെ
എതിർപ്പിനെ തുടർന്ന് തീരുമാനം മാറ്റി. നഗരസഭ ആക്ടിംഗ് ചെയർമാൻ ആന്റോ പെരുമ്പുള്ളി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മതിലിടിച്ച് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തിപ്പല്ലൂർ മണലി വീട്ടിൽ ജോസിക്കാണ് പരിക്കേറ്റത്. ഇന്നുച്ചയ്ക്ക് 2:30 തിപ്പല്ലൂർ സബ്സ്റ്റേഷന് സമീപത്താണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരെത്തി ജോസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. കല്യാൺ ജുവലേഴ്സ് മനം മയക്കും 10,000-കണക്കിന് വളകൾ ആരും വാരി അണിയാൻ മോഹിക്കും. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവാക്കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളും വരും. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് തൃശൂർ അത്താണി. വാർത്തകളിലേക്ക്. കുന്നംകുളം തൃശൂർ റോഡിലെ ആൻസ് വസ്ത്രാലയത്തിൽ തീപിടുത്തം. വ്യാഴാഴ്ച രാവിലെ 11:30 ടെക്സ്റ്റൈൽസിലെ ജനറേറ്റർ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ജീവനക്കാരെ പുറത്തിറക്കി തീ അണയ്ക്കാൻ ശ്രമിച്ചു. കനത്ത പുക ഉയർന്നത് തീ അണയ്ക്കാൻ തടസ്സമുണ്ടായെങ്കിലും 1 മണിയോടെ തീ അണച്ചു. സ്ഥാപനത്തിലെ വസ്ത്രങ്ങൾ, UPS ഫയലുകൾ എന്നിവ കത്തി നശിച്ചിട്ടുണ്ട്. നഷ്ടം കണക്കാക്കിയിട്ടില്ല. ഒല്ലൂർ ഓവർബ്രിഡ്ജിന് സമീപം തൈക്കാട്ടുശ്ശേരി റോഡിൽ വാട്ടർ പൈപ്പ് കണക്ഷന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ചാലുകൾ വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. റോഡിന്റെ പകുതിയോളം ഭാഗത്ത് കുഴിച്ചിട്ടുള്ള ചാലുകളിൽ മഴ പെയ്ത് വെള്ളം കയറിയതിനാൽ ചാല് ശ്രദ്ധയിൽപ്പെടാതെ വാഹന വഴിയാത്രക്കാർ വീഴുന്നത് പതിവായിരിക്കുകയാണ്. അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോടാലി ശ്രീനാരായണ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 11 നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 കോടാലി GLP സ്കൂളിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ട്രസ്റ്റ് ചെയർമാൻ KU സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കും. ഓഫീസ് ഉദ്ഘാടനം ഡോക്ടർ KC പ്രകാശൻ നിർവഹിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പരിധിയിൽ SSLC പരീക്ഷയ്ക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെ MLA ഉപഹാരം നൽകി അനുമോദിക്കും. പഞ്ചായത്തിലെ SNDP ശാഖകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശിവദാസൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. തുടർന്ന് ഡോക്ടർ PR വെങ്കട്ടരാമൻ നയിക്കുന്ന കരിയർ ഗൈഡൻസ് സെമിനാറുമുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ KU സുരേന്ദ്രൻ, സെക്രട്ടറി CC സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി TD സുരേഷ്, ട്രഷറർ സത്യൻ പള്ളാടൻ, NG ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ പുനർനിർമ്മാണം നടക്കുന്ന കുഴിക്കാണി പാലത്തിന് സമീപം നിർമ്മിച്ച സമാന്തര റോഡിൽ കൂടിയുള്ള ഗതാഗതം ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ PWD അധികൃതർ നിരോധിച്ചു. അപ്രതീക്ഷിതമായി മഴയും വെള്ളക്കെട്ടും കണക്കിലെടുത്താണ് നിരോധനം. വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മറ്റത്തൂർ കുന്നിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പന്തലൂർ വഴിയിലൂടെയോ ഇടത്തോട്ട് തിരിഞ്ഞ് കാവനാട് വട്ടേക്കാട് വഴിയോ കൊടകരയിലേക്ക് പോകേണ്ടതാണ്. വെള്ളിക്കുളങ്ങര ഭാഗത്തേക്കുള്ള വാഹനങ്ങളും ഇതേ വഴികളിൽ കൂടി തന്നെ പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ത്രിദിന സമ്മർ ക്യാമ്പ് സമാപിച്ചു. സാംസ്കാരിക പരിപാടികൾ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം KA തുളസി ഉദ്ഘാടനം ചെയ്തു. യോഗാചാര്യൻ പ്രകാശിന്റെ നേതൃത്വത്തിൽ കേഡറ്റുകൾക്ക് യോഗ ക്ലാസ്, വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസർ സണ്ണിയുടെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നു. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം KA തുളസി ക്ലാസ് എടുത്തു. തുടർന്ന് മജീഷ്യൻ ജയൻ കുണ്ടുകാട് അവതരിപ്പിച്ച മാന്ത്രിക പ്രകടനവും കേഡറ്റുകൾ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ചേലക്കര CI R സന്തോഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി ശിവപ്രകാശ്, AC
ACPO പുഷ്പലത, PTA പ്രസിഡന്റ് സത്യനാരായണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മായന്നൂർ സെന്റ് തോമസ് സ്കൂൾ, ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ PTAയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AB സതീഷ്, PTA പ്രസിഡന്റ് PK ഹംസ, പ്രധാന അധ്യാപിക MR ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ RP ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി, പഞ്ചായത്ത് അംഗം TK ചന്ദ്രബാബു, PM അബ്ദു ഹാജി, PP കൊച്ചുത്രേസ്യ എന്നിവർ സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 1,91,63,296 രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായതായി K രാധാകൃഷ്ണൻ MLA അറിയിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കുളങ്ങൾ, കിണറുകൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിനും പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ, കുടിവെള്ള പദ്ധതികൾ, ബോർവെൽ എന്നീ പദ്ധതികൾക്കുമായിട്ടാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കൊണ്ടാഴി, തിരുവില്ലാമല, ദേശമംഗലം, ചേലക്കര, വരവൂർ, മുള്ളൂർക്കര, പഴയന്നൂർ, വള്ളത്തോൾ നഗർ എന്നീ പഞ്ചായത്തുകൾക്ക് വിവിധ പദ്ധതികൾക്കായി ഫണ്ട് ലഭിക്കും. കൊടകര അഴകം ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും ആഘോഷിച്ചു. മാളികപ്പുറം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്ന് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം രാജൻ തൊമാത്ത് അധ്യക്ഷനായിരുന്നു. ക്ഷേത്രം സെക്രട്ടറി മോഹനൻ തൊമാത്ത്, രാമചന്ദ്രൻ കണ്ടേങ്കാട്ട് എന്നിവർ സംസാരിച്ചു. കനത്ത മഴ മൂലം ഭക്തജനങ്ങൾ ഒരുമിച്ച് ഒരേ അടുപ്പിലാണ് പൊങ്കാല തയ്യാറാക്കി ദേവിക്ക് സമർപ്പിച്ചത്. തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു വർഷത്തെ ഒരുക്കങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമായി. നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. 36 മണിക്കൂർ നീളുന്ന പൂരത്തിന്റെ മതിവരാ കാഴ്ചകൾക്കായി പൂരനഗരിയൊരുങ്ങി. തൃശൂർ പൂരം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ജില്ലയിൽ കനത്ത മഴയിൽ പരക്കെ നാശം. 25 വീടുകൾ ഭാഗികമായി തകർന്നു. 4 പേർക്ക് പരിക്കേറ്റു. എറവ് ആറുമുറി കോൾപടവിലേക്കുള്ള ബണ്ട് തകർന്നു. നിരവധി കോൾപടവുകളിൽ കൃഷി നശിച്ചു. ഒരുമനിയൂർ കടപ്പുറം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാരേക്കടവ് പാലം അപകടാവസ്ഥയിലായി. 3 മാസം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ പാലത്തിന്റെ റാമ്പ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഒല്ലൂർ കണ്ഠരുമഠം ഗ്യാസ് ഏജൻസി അടഞ്ഞുകിടക്കുന്നത് മൂലം പാചകവാതക ഉപഭോക്താക്കൾ ദുരിതത്തിൽ. തർക്കങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചുവെങ്കിലും സിലിണ്ടർ വിതരണം പുനരാരംഭിച്ചിട്ടില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഗുരുവായൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ഇന്നർ റിംഗ് റോഡിലേക്ക് നിയമം ലംഘിച്ച് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നതാണ് കുരുക്കിന് കാരണം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.